Hello everyone, welcome back to my channel Philomath for Easy Mathematics. So ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മൾ ഇന്നലെ ചെയ്ത 1-1 എന്താണ്, on 2 എന്താണ്, ബൈജെക്ഷൻ എന്താണ് എന്നെല്ലാമാണ് ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തത്. സോ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് അതിന്റെ കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ദ പ്രോബ്ലംസ് റിലേറ്റഡ് വിത്ത് 1-1 on 2 ബൈജെക്ഷൻ. ഓക്കെ, സോ ഇതിൽ ആദ്യത്തെ പ്രോബ്ലം ഞാൻ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇതുവരെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. Okay, so first problem, let f is a function from R to R defined by f of x equal to 3x. Choose correct answer. Option number A, f is 1-1. Option number B, option number A, 1 is 1-1 and on 2. Then many 1 on 2, 1-1 but not on 2. Then f is neither 1-1 nor on 2. ഓക്കെ, സോ ഇത്രയാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു 4 ഓപ്ഷൻ കണ്ടാൽ, ഇതൊരു 4 ഓപ്ഷൻ കണ്ടാൽ നമുക്ക് എന്ത് മനസ്സിലാവും? എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് എന്ന് പറയുന്നത് 1-1 ആണോ on 2 ആണോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ എഫ് എന്ന് പറയുന്നത് 1-1 ആണോ on 2 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ആദ്യം നമുക്ക് 1-1 ആണോ എന്ന് ചെക്ക് ചെയ്യാം. സോ ടു ചെക്ക് 1-1, ടു ചെക്ക് 1-1. സോ 1-1 ആണോ എന്നാണ് ആദ്യം നോക്കുന്നത്. അത് നോക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കഴിഞ്ഞതിലെ പോലെ തന്നെ സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യണം. 1-1 ആണോ എന്ന് നോക്കണമെങ്കിൽ ആദ്യം നമ്മൾ ജസ്റ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് കൊടുക്കുക. ലെറ്റ് എക്സ് ആൻഡ് വൈ ബി എനി ടു എലമെന്റ്സ് ഫ്രം ദി ഫസ്റ്റ് സെറ്റ്, ദിസ് സെറ്റ് ആർ. ഓക്കെ, ഫോർ എവരി എക്സ് ആൻഡ് വൈ, ഫോർ എവരി എക്സ് കോമ വൈ ബിലോങ്സ് ടു ആർ. ഓക്കെ, എക്സും വൈയും എവിടെ എടുത്തത്? ആറിൽ നിന്നാണ് എടുത്തത്. ആൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് കൊടുത്തു. ഇവിടെ എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 3x ആണ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് ഈസ് ഹിയർ 3x. സോ 3x ഈക്വൽ ടു ഇവിടെ എഫ് ഓഫ് വൈ എന്താണ്? സിംപ്ലൈസ് എഫ് ഓഫ് വൈ എന്താണ്? എഫ് ഓഫ് എക്സ് 3x ആണെങ്കിൽ എഫ് ഓഫ് വൈ ഈസ് 3y. ഓക്കെ, എഫ് ഓഫ് വൈ ഈസ് 3y. ഓക്കെ, സോ ഇവിടെ ഇനി നമുക്ക് ഈ 3 അപ്പുറത്തേക്ക് കൊണ്ടുപോകും. ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്, അവിടെ പോകുമ്പോൾ ഡിവിഷൻ ആവും. എക്സ് ഈക്വൽ ടു 3/3y, 3/3 കട്ട് ചെയ്ത് പോയിട്ട് y ആവും, ഈക്വൽ ടു y. സോ എക്സ് ഈക്വൽ ടു വൈ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ 1-1 ആണെന്ന് ചെക്ക് ചെയ്യാൻ എന്തായിരുന്നു കണ്ടീഷൻ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടണം. ഇവിടെ നമുക്ക് കിട്ടിയില്ലേ? therefore it is 1-1, hence 1-1. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 1-1 ആണ്. സോ ഇതിൽ നമ്മൾ പറഞ്ഞതിൽ ഏതൊക്കെയാണ്? 1-1 on 2 എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ ഓപ്ഷൻ ആവാം, അല്ലെങ്കിൽ ഈ ഓപ്ഷൻ ആവാം. ഓക്കെ, സോ ഇനി നമുക്ക് എന്താ ചെയ്യാം? on 2 ആണോ എന്ന് നോക്കാം. സോ on 2 ആണെന്ന് എങ്ങനെയാ ചെക്ക് ചെയ്യുന്നത്? on 2 ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ വേണ്ടത്? രണ്ടാമത്തെ സെറ്റിൽ നിന്ന്, അതായത് ഈ സെറ്റിൽ നിന്ന് എവിടെ നിന്ന് എവിടേക്കാണോ, അതായത് കോഡൊമൈനിൽ നിന്ന് നമ്മളൊരു ഏതൊരു എലമെന്റ് എടുത്താലും ഫസ്റ്റ് സെറ്റിൽ നിന്ന്, അതായത് ഡൊമൈനിൽ നിന്ന് നമുക്ക് അതിനൊരു സെറ്റ് ഇമേജ് പറയാൻ പറ്റണം. ഓക്കെ, സോ ലെറ്റ് y belongs to R. ഓക്കെ, രണ്ടാമത്തെ സെറ്റിനെയാണ് നമ്മൾ R എന്ന് പറയുന്നത്. അതായത് y എന്ന് പറയുന്നത് കോഡൊമൈൻ ഇവിടെ R ആണ്, ഡൊമൈനും R ആയതുകൊണ്ടാണ് ഞാൻ y എന്ന് പറയുന്നത് R എന്ന് പറയുന്ന സെറ്റിൽ നിന്നാണെന്ന് പറഞ്ഞത്. ദാറ്റ് ഈസ് കോഡൊമൈൻ. There exists y/3 belongs to domain. That means R. Domain. ഓക്കെ, അതായത് ഇതിൽ നിന്ന് y എന്ന് പറയുന്ന ഒരു എലമെന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാല് ഇവിടെ നമുക്കൊരു y/3 എന്ന് പറഞ്ഞ ഒരു എലമെന്റ് പറയാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എഫ് ഓഫ് y/3 എന്താണെന്ന് നോക്കണം. ഓക്കെ, അതായത് ഫസ്റ്റത്തെ സെറ്റിൽ നിന്ന് നമ്മളൊരു y/3 എന്ന് പറഞ്ഞ ഒരു എലമെന്റ് എടുത്തു. ഓക്കെ, അതിന് നമ്മൾ എഫ് ഓഫ് എക്സിന് പകരം y/3 എന്ന് കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടും? 3 ഇൻറ്റു എഫ് ഓഫ് എക്സ് 3x ആണ്. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? y/3 കൊടുത്താൽ മതി. 3 ഇൻറ്റു y/3. ഈ 3യും ഈ 3യും കട്ടായി y. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു y എന്ന് കിട്ടി. അതായത് ഇവിടെ ഇതിനെ നമ്മളൊരു ഡൊമൈനിൽ നിന്ന് എടുത്തതാണ്, അതിനാണ് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു y എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഓക്കെ, അപ്പോ ഇതെന്താണ്? therefore it is 1-1 on 2. ഓക്കെ, എങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാണ് ഈ y/3 തന്നെയാണ് ഈ ഫസ്റ്റ് സെറ്റിൽ നിന്ന് എടുത്തതെന്ന് നമുക്ക് മനസ്സിലായത് എന്ന്. ഓക്കെ, അതിന് നിങ്ങൾ ടെക്സ്റ്റിൽ അവിടെ എക്സാം പേപ്പറിലൊന്നും എഴുതാൻ പാടില്ല. അല്ലാതെ ഒരു ഈസി ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം.
ഓക്കെ, അതായത് നമ്മള് തന്ന ഫംഗ്ഷൻ ഉണ്ടല്ലോ, തന്ന ഫംഗ്ഷൻ എന്താ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x അല്ലേ. അതിൽ എഫ് ഓഫ് എക്സിന് പകരം നമ്മൾ y എന്ന് കൊടുക്കുക, y ഈക്വൽ ടു 3x. ഓക്കെ, y ഈക്വൽ ടു 3x എന്ന് കൊടുക്കുക. ഇവിടെ എഴുതരുത്, വേറെ എവിടെയെങ്കിലും കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്താൽ മതി. എന്നിട്ട് y ഈക്വൽ ടു 3x ആണ്. അപ്പൊ x എന്തായിരിക്കും, ഈ 3 എക്സിന്റെ കൂടെയുള്ള ഈ 3 ഇങ്ങോട്ട് പോകണം. അതായത് y അവിടേക്ക് പോകുമ്പോ ഇത് മൾട്ടിപ്ലിക്കേഷൻ 3 ആണ്, 3 into x ആണ് 3x. അത് ഇപ്പുറത്തേക്ക് പോകുമ്പോ എന്താവും, by 3 ആവും. അങ്ങനെയാണ് എക്സിന് y by 3 എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ y by 3 എടുത്തത്. ഓക്കെ, അത് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഇത് ഡിഫൈൻഡ് ആണ്. ഓക്കെ, y by 3 എന്ന് പറഞ്ഞാൽ ഡിഫൈൻഡ് ആണ് റിയൽ നമ്പറില്. സോ നമുക്ക് ഇങ്ങനെ പറയാം, therefore it is onto. സോ 1 1 ആണ്, onto ആണ്. ഇതിൽ ഏത് ഓപ്ഷൻ ആണ് അങ്ങനെയുള്ളത്, ഈ ഓപ്ഷൻ അല്ലെ. therefore ഓപ്ഷൻ നമ്പർ എ ആണ് ശരി. it is 1 1, both 1 1 and onto. സോ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സോ ഇത് ജസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇതില് നോക്കേണ്ടത് ഡൊമൈനും കോഡൊമൈനും ആണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതേപോലെ നമ്മൾ ഓൺ ടു കാണുമ്പോ ജസ്റ്റ് സൈഡിൽ എവിടെയെങ്കിലും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എഴുതി നോക്കുക. അതായത് തന്ന ഫംഗ്ഷനിൽ എഫ് ഓഫ് എക്സ് എന്നുള്ള അവിടെ y എന്ന് കൊടുക്കുക, എന്നിട്ട് എക്സിന് സോൾവ് ചെയ്യുക. അപ്പോൾ ഇത് കിട്ടും. അത് ഡിഫൈൻഡ് ആണോ എന്ന് നോക്കുക, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ലെറ്റ് f is a function from natural number set to natural number set be defined by f of n equal to n plus 1 by 2 if n is odd and n by 2 if n is even for every n belongs to n. Okay, and state, the problem is state whether function f is bijective. Justify. ഓക്കെ, നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതാണ് നമ്മുടെ പ്രോബ്ലം. അതായത് എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം നാച്ചുറൽ നമ്പർ സെറ്റിൽ നിന്ന് നാച്ചുറൽ നമ്പർ സെറ്റിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ആൻഡ് ആ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, രണ്ട് കേസസ് ആണുള്ളത്. അതായത് n എന്ന് പറയുന്നത് ഓഡ് ആണെങ്കിൽ അത് ചെയ്യാം n plus 1 by 2 എന്നായിരിക്കും. ആൻഡ് n എന്ന് പറയുന്നത് ഇവൻ നമ്പർ ആണെങ്കിൽ അത് n by 2 എന്നായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഇത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ അല്ല എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതെങ്ങനെയാ ചെയ്യാന്ന് വെച്ചാല്, ഇപ്പോ ഞാൻ ഇതിലെ ഒരു എലമെന്റ് എടുക്കാം. നാച്ചുറൽ നമ്പർ സെറ്റ് ഏത് മുതലാണ് തുടങ്ങുക, 1 2 3 4 അങ്ങനെയല്ലേ തുടങ്ങുക. അതെ, അപ്പൊ ഞാൻ 1 എന്ന് പറയുന്ന എലമെന്റ് എടുക്കുകയാണ്. 1 എന്ന് പറയുന്നത് ഓഡാണോ ഈവൻ ആണോ, ഓഡാണ്. സോ ഓഡ് നമ്പർ ആവുമ്പോ ഇതാണ് അതിന്റെ ഫംഗ്ഷൻ അല്ലെ. അപ്പൊ എഫ് ഓഫ് 1 എന്താ, എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഓഡ് ആവുന്ന ആൻസർ ആണ്. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാല് ഓഡാണ്. ഓഡ് ആവുമ്പോഴുള്ള ഫംഗ്ഷൻ എന്താണ്, n plus 1 by 2. എത്രയാണോ നമ്മൾ എടുത്ത n എത്ര ഇവിടെ 1 അല്ലേ, 1 അതിന്റെ കൂടെ 1 കൂട്ടുക ആൻഡ് ഹോൾ ഡിവൈഡഡ് ബൈ 2. ഇതാണ് എന്ത്, എഫ് ഓഫ് 1 എന്ന് പറയുന്നത്. ഓക്കെ, എഫ് ഓഫ് 1 എന്ന് പറയുന്നത് ഇവിടുത്തെ ഡെഫിനിഷൻ വെച്ച് നോക്കുക. അവിടുത്തെ ഡെഫിനിഷൻ എന്താണ് പറയുന്നത്, ഓഡ് ആണെങ്കിൽ n plus 1 by 2. ഓക്കെ, സോ ഇവിടെ നമുക്ക് n plus 1 by 2 ആണ്. സോ 1 plus 1 എത്രയാ, 2 by 2. 2 by 2 എന്ന് പറഞ്ഞാല് 1. ഓക്കെ, സോ നമുക്ക് കിട്ടി എഫ് ഓഫ് 1 എന്താണ്, 1 ആണ്. ഇനി എഫ് ഓഫ് 2 അടുത്ത നോക്കാം. എഫ് ഓഫ് 2 ഇവിടെ 2 എന്താണ്, ഇവൻ നമ്പർ ആണ്. ഇവൻ നമ്പർ ആണെങ്കിൽ എന്താണ് അതിന്റെ ഫംഗ്ഷൻ, n by 2. ഓക്കെ, സോ ഇവൻ നമ്പർ ആയതുകൊണ്ട് n by 2 ആണ് ഫംഗ്ഷൻ. അപ്പൊ n by 2 എന്ന് പറഞ്ഞാൽ n എത്ര ഇവിടെ 2 അല്ലേ. സോ 2 by 2 എന്താണ്, 2 by 2 equal to 1. ഓക്കെ, സോ നമുക്ക് രണ്ട് സെറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, രണ്ട് നാച്ചുറൽ നമ്പർ സെറ്റ്സ് ആണ് അല്ലെ. ആൻഡ് അതിലെ ഫസ്റ്റ് സെറ്റില് 1 2 3 അങ്ങനെയല്ലേ പോവാ. ഇവിടെയും തന്നെ 1 2 3 അങ്ങനെയാണ് പോവുക അല്ലെ. ഇതും 1 2 3 അങ്ങനെയാണ് പോവുക, അതും 1 2 3 അങ്ങനെയാണ് പോവുക. ആൻഡ് ഇവിടെ ഫസ്റ്റത്തെ എലമെന്റ് f1 എന്ന് പറയുന്ന ഫംഗ്ഷന്റെ 1 എന്ന് പറയുന്ന നമ്പറിന്റെ എലമെന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഫംഗ്ഷൻ വാല്യൂ എഫ് ഓഫ് 1 എന്താണ്, 1. അതായത് 1 മാപ്പ് ചെയ്യുന്നത് 1ലേക്കാണ്. ഓക്കെ, ഇനി അതേപോലെ 2 മാപ്പ് ചെയ്യണത് എഫ് ഓഫ് 2 എങ്ങോട്ടാ മാപ്പ് ചെയ്യുന്നത്, 1ലേക്കാണ്.
2 മാപ്പ് ചെയ്യുന്നതും 1ലേക്കാണ്. ഇത് 1 1 ആണോ? അല്ല. കാരണം എന്താ? 1 1 ആണെങ്കിൽ ഒരാൾക്ക് ഒരാളിലേക്ക്, ഈ ആൾക്ക് വേറൊരാളിലേക്കായിരിക്കണം റിലേഷൻ ആവേണ്ടത്. ഇവിടെ എങ്ങനെയാ വന്നത്? എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടാണ് വന്നത് അല്ലെ? സോറി, ഈ രണ്ടുപേർക്ക് സെയിം ആയിട്ടാണ് വന്നത്. സോ അതുകൊണ്ട് ഇത് എന്തായാലും എന്തല്ല? 1 1 ഫംഗ്ഷൻ അല്ല. സോ നമുക്കറിയാം ബൈജക്റ്റീവ് എന്ന് പറയണമെങ്കിൽ എന്താണ്? ബോത്ത് 1 1 on 2 ആയിരിക്കണം. ഇത് 1 1 അല്ല. സോ നമ്മൾ on 2 ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ദിസ് ഈസ് നോട്ട് on 2. ഓക്കെ, അതായത് for 1 and 2 f of 2 equal to f of 1 equal to 1. ഓക്കെ, അതായത് 1നും 2നും ഇമേജസ് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് തന്നെയാണ് വന്നത്. therefore not 1 1, hence not bijective. ഓക്കെ, അതുകൊണ്ട് എന്തല്ല? ബൈജക്റ്റീവ് അല്ല എന്ന് കിട്ടി. ഇത് ഫൈൻ ആണോ? ഓക്കെ ആണോ? ഇത് ഓക്കെ ആണ്. കാരണം എന്താണ്? നമ്മൾ ഇതിലെ രണ്ട് ജസ്റ്റ് എക്സാമ്പിൾ ഇട്ട് നോക്കിയതാണ്. നാച്ചുറൽ നമ്പർ സെറ്റിൽ നിന്ന് മറ്റൊരു നാച്ചുറൽ നമ്പർ സെറ്റിലേക്കാണ് ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നാച്ചുറൽ നമ്പർ സെറ്റിൽ നിന്ന് മറ്റൊരു നാച്ചുറൽ നമ്പർ സെറ്റിലേക്കാണ്. ആൻഡ് ഈ നാച്ചുറൽ നമ്പർ സെറ്റിൽ നമ്മൾ എഫ് ഓഫ് 1 കണ്ടുപിടിച്ചു. എഫ് ഓഫ് 1 കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 1 ആണ് കിട്ടിയത്. അതേപോലെ തന്നെ എഫ് ഓഫ് 2 കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 1 ആണ് കിട്ടിയത്. രണ്ട് എലമെന്റ്സിനും നമുക്ക് ഇമേജ് കിട്ടിയത് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അത് 1 1 അല്ല എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 1 ആവണമെങ്കിൽ അങ്ങനെ ആവാൻ പാടില്ല. അതെല്ലാം ഞാൻ ഇതിന്റെ 1 1 എന്ന് പറയുന്ന സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ കാണാവുന്നതാണ്. ഇതിന്റെ തൊട്ട് മുമ്പുള്ള 2 ലിങ്ക്സ് ഞാൻ കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ ഇതിന് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? 1 1 അല്ല. സോ 1 1 അല്ലാത്തതുകൊണ്ട് ദിസ് ഈസ് നോട്ട് ബൈജക്റ്റീവ്. സോ ഇനി അടുത്ത പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. സോ അതുകൊണ്ട് തന്നെ ഇത് on to 1 ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി ഇത് 1 1 അല്ല, 1 1 ആണ്. സോ ഇത് on to ആണെന്ന് പറയേണ്ട ആവശ്യമില്ല. on to ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇനി അടുത്തത് സ്റ്റേറ്റ് വെദർ, സ്റ്റേറ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് വെദർ following function is 1 1 comma on 2 or bijective. And the function is f is a function from R to R defined by f of x equal to 3 minus 4x. So this is our function. ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. സോ ആൻസർ ഇതെങ്ങനെയാ ചെയ്യുന്നത്? ആദ്യം എന്താ നോക്കേണ്ടത്? ഫംഗ്ഷൻ 1 1 ആണോ എന്ന് നോക്കണം. സോ ടു ചെക്ക് 1 1 ആണോ എന്ന് നോക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ എന്നാണ് കിട്ടേണ്ടത്. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ. ഓക്കെ, let x and y be any arbitrary numbers, arbitrary elements from R. അങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങേണ്ടത്. let x and b. ഓക്കെ, അതൊക്കെ നിങ്ങൾ ചെയ്താൽ മതി. നമ്മളിത് കുറെ മുമ്പ് ചെയ്ത കാര്യങ്ങളാണ്. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇംപ്ലൈസ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് എന്താണ്? 3 minus 4x ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്താണ്? ഈ എക്സിന്റെ സ്ഥാനത്ത് y കൊടുത്താൽ മതി. ഓക്കെ, അതായത് എഫ് ഓഫ് എക്സ് ഇതാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 3 minus 4x ആണ്. അപ്പോ എഫ് ഓഫ് വൈ എന്തായിരിക്കും? എക്സിന്റെ സ്ഥാനത്ത് y കൊടുത്താൽ മതി. ഓക്കെ, അത് ഓർത്ത് വെക്കുക. സോ ദിസ് ഈസ് ഈക്വൽ ടു 3 minus 4y. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇംപ്ലൈസ്, ഇവിടെ മനസ്സിൽ നിങ്ങൾ എഴുതിക്കോളൂ, ലെറ്റ് എക്സ് ആൻഡ് വൈ ബി എനി ആർബിട്രറി എലമെന്റ്സ്. ഓക്കെ, ഇനി ഇതിനെ സോൾവ് ചെയ്യാണ് വേണ്ടത്. എക്സിന് ഒരു സൈഡിലും വൈന് ഒരു സൈഡിലും ആയിട്ട്. സോ നമ്മള് വിച്ച് ഇംപ്ലൈസ് 3 minus 4x, ഈ +3 ഇങ്ങോട്ട് വരുമ്പോ -3 ആവും, ഈക്വൽ ടു -4y. സോ ഇതും ക്യാൻസൽ ആയി പോയി. 3 minus 3 0 ആണ്, അത് ക്യാൻസൽ ആയി. വിച്ച് ഇംപ്ലൈസ് -4x ഈക്വൽ ടു -4y. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് ശരിക്കും എല്ലാവരും ഇതിങ്ങനെ കട്ട് ചെയ്യാറാണ്. -4 ഉം -4 ഉം ജസ്റ്റ് കട്ട് ചെയ്യാറാണ്. പക്ഷെ അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റില്ല, റൂൾ അങ്ങനെയല്ല.
ഓക്കെ, റൂൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിനെ മാത്രം നിർത്തുക. ആൻഡ് ഈ -4 അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു മൈനസ് എക്സ് ഇൻറ്റു -4 അല്ലേ, അപ്പൊ അത് അങ്ങോട്ട് പോകുമ്പോ എന്താവും, ഡിവൈഡഡ് ബൈ ആവും. ഓക്കെ, സോ -4y ബൈ -4 എന്നാണ് വരിക. ഓക്കെ, സോ ഈ -4 കട്ട് ചെയ്തു, x ഈക്വൽ ടു y എന്ന് പറ്റി, which implies x equal to y. ഓക്കെ, അപ്പൊ നമുക്ക് f of x equal to f of y implies x equal to y എന്ന് കിട്ടി. Therefore it is 1 1. ഓക്കെ, അപ്പൊ ഈ ഫംഗ്ഷൻ എന്താണെന്ന് കിട്ടി, 1 1 ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഓൺ ടു ആണെന്ന് കിട്ടണം അല്ലെ. നമുക്ക് 1 1 ആണെന്ന് കാണണം, ഓൺ ടു ആണെന്ന് കാണണം, ആൻഡ് ബൈജക്റ്റീവ് ആണെന്ന് നോക്കണം. ഓക്കെ, സോ 1 1 ആണ്. Now we have to check if it is on to. Okay, I am writing here on to check on to എങ്ങനെയാണ് നോക്കുക എന്ന് വെച്ചാല്, നമ്മൾ ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ് നമ്മുടെ ഫംഗ്ഷൻ, f of x equal to 3 - 4x ആണ്. സൈഡിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക, 3 - 4x equal to y അല്ലെ. അപ്പോ -4x equal to, അതായത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് അതങ്ങനെ എഴുതാൻ പറ്റില്ല, പക്ഷെ നമ്മള് പ്രോബ്ലം ചെയ്യുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു ഈസി മെത്തേഡ് ആയിട്ട് പറഞ്ഞതാണ്. കൺസെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 3 - 4x equal to y. ഓക്കെ, ഇനി നമ്മൾ എക്സിന് വേണ്ടി സോൾവ് ചെയ്യാം. സോ -4x equal to y, ഈ +3 അങ്ങോട്ട് പോകുമ്പോ -3 അല്ലെ. സോ x equal to y - 3 by -4. ഇതാണ് നമ്മുടെ x. ഓക്കെ, സോ ഫോർ any y belongs to r എന്ന് പറയുന്ന കോഡൊമൈനിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു yക്ക് there exists, പിന്നെ നമ്മൾ ഈ എക്സിന് വേണ്ടി സോൾവ് ചെയ്തത് എന്താണ്, y - 3 by -4 belongs to r. Okay, in range, in domain. ഓക്കെ, ഇങ്ങനെ ഒരു സാധനം നമുക്ക് ഡൊമൈനിൽ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇത് നമ്മൾ ജസ്റ്റ് സൈഡിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക. ഇത് ശരിക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റിൽ കാണാൻ പറ്റില്ല. ഞാൻ ഇതൊരു ഈസി മെത്തേഡ് ആയിട്ട് പറഞ്ഞതാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറച്ചൊക്കെ ആലോചിച്ച് കിട്ടണം. സോ അതിന് വേണ്ടിയിട്ട് വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കൺസെപ്റ്റ് ഞാൻ മുമ്പത്തെ ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ട്. സോ y - 3 by -4 belongs to r. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, f of x കണ്ടുപിടിക്കണം. അതായത് ഇവിടെ ഉള്ളത് ഇതാണ്, നമ്മൾ x എടുത്തത്. ഓക്കെ, അപ്പൊ f of ഈ സാധനം എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത്, y - 3 by -4. f of ഈ സാധനം എന്താണ് കണ്ടുപിടിക്കണം. ഇവിടെ എന്താണ് f of x? f of x എന്ന് പറഞ്ഞാൽ 3 - 4x ആണ്. ഇവിടെ f of ഈ സാധനമാണ് കണ്ടുപിടിക്കേണ്ടത്. f of x ഇതാണെങ്കിൽ f of y എന്താണ്, ഇവിടെ y കൊടുക്കുകയാണ് വേണ്ടത്. അപ്പൊ f of y - 3 by -4 എന്താണ്, ഈ എക്സിന്റെ സ്ഥാനത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു f of x എന്ന് പറഞ്ഞാൽ 3 - 4x ആണ് അല്ലെ. ഓക്കെ, സോ f of y എന്ന് പറഞ്ഞാൽ എന്താ, 3 - 4y ആണ്. എക്സിന്റെ സ്ഥാനത്ത് y കൊടുത്തു. ഇവിടെ നമുക്ക് f of ഈ സാധനമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എക്സിന്റെ സ്ഥാനത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോ 3 - 4 ഇൻറ്റു ഈ ബ്രാക്കറ്റിലുള്ളതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, y - 3 by -4. ഓക്കെ, സോ ഇത് നമ്മൾ എന്ത് ചെയ്തു, ഇത് ക്യാൻസൽ ആയി പോയി, which implies 3 മൈനസും കൂടി പ്ലസ് ആയി, 3 plus y - 3. ഓക്കെ, ഈ 3യും ഈ 3യും ക്യാൻസൽ ആയി y കിട്ടി. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി, y എന്ന് കിട്ടി. ഓക്കെ, f of x equal to y എന്ന് കിട്ടി. Therefore it is on to ആണെന്ന് കിട്ടി. Hence it is 1 1 ആണ്, on to ആണ്. അങ്ങനെ ആവുമ്പോൾ hence ബൈജക്റ്റീവ് 1 1 ആണ്. അതേപോലെ തന്നെ നമുക്ക് on to ആണെന്ന് കിട്ടി. Therefore this function is bijective functions. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പറയുന്നത്. എന്താണ്, ഐ മീൻ കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്തത്. 1 1 ഫംഗ്ഷൻ എന്താണ്, on 2 ഫംഗ്ഷൻ എന്താണ്, ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്താണെന്നൊക്കെ ചെയ്തു തരുന്നു. അതിന്റെ കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക് ആയിട്ട് വരുന്നതായിരിക്കും. സോ ഇനിയും നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഇതിൽ ഇനിയും വർക്ക് ചെയ്യാനുണ്ട്. സോ അതെല്ലാമായിട്ട് നമുക്ക് പിന്നീട് എക്സാമിന് അടുത്ത് വരുമ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോ അന്ന് ആ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. സോ താങ്ക് യു.